ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാഷ്ട്രപതി ഭവനിൽ വൈകുന്നേരം 6 മണിക്കാണ് സത്യപ്രതിജ്ഞ. NDA പാർലമെന്ററി പാർട്ടി നേതാവായി നരേന്ദ്രമോദിയെ ഏകകണ്ഠമായി തിരഞ്ഞെടുത്തു. സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് NDA നേതാക്കൾ രാഷ്ട്രപതിയെ കണ്ടു. സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ 3 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. അവയവ മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസ്ഥാനത്ത് നിയമം കൃത്യമായി പാലിക്കപ്പെടണമെന്നും ചൂഷണങ്ങൾ ഉണ്ടാകാൻ പാടില്ലെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. സർവകാല റെക്കോർഡിൽ വ്യാപാരം അവസാനിപ്പിച്ച രാജ്യത്തെ ഓഹരി വിപണികൾ. വാർത്തകൾ വിശദമായി. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാഷ്ട്രപതി ഭവനിൽ മറ്റന്നാൾ വൈകുന്നേരം 6 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ന്യൂഡൽഹിയിൽ നടന്ന NDA പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാനമന്ത്രിക്കും സ്ഥാനമേൽക്കുന്ന മന്ത്രിമാർക്കും രാഷ്ട്രപതി ദ്രൌപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും. പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് NDA നേതാക്കൾ ഇന്ന് രാഷ്ട്രപതിയെ കണ്ടു. ന്യൂഡൽഹിയിൽ ഇന്ന് ചേർന്ന NDA പാർലമെന്ററി പാർട്ടി യോഗം ശ്രീ നരേന്ദ്രമോദിയെ നേതാവായി തിരഞ്ഞെടുക്കുകയായിരുന്നു. ഈ സ്ഥാനത്തിന് ഏറ്റവും യോഗ്യനായ നേതാവ് ശ്രീ മോദിയാണെന്ന് ചൂണ്ടിക്കാട്ടി മുതിർന്ന BJP നേതാവ് രാജ്നാഥ് സിംഗാണ് പേര് നിർദ്ദേശിച്ചത്. ഈ നിർദ്ദേശം BJP നേതാക്കളും സഖ്യകക്ഷി നേതാക്കളും അംഗീകരിക്കുകയായിരുന്നു. TDP അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു, JDU അധ്യക്ഷൻ നിതീഷ് കുമാർ, ഏക്നാഥ് ഷിൻഡെ, ചിരാഗ് പാസ്വാൻ, അജിത് പവാർ, പവൻ കല്യാൺ, അനുപ്രിയ പട്ടേൽ, HD കുമാരസ്വാമി തുടങ്ങി വിവിധ സഖ്യകക്ഷി നേതാക്കൾ എന്നിവർ യോഗത്തിൽ പിന്തുണ അറിയിച്ചു. NDA രാഷ്ട്രീയ പാർട്ടികളുടെ അധികാരത്തിനായുള്ള വെറുമൊരു കൂട്ടായ്മയല്ലെന്നും മറിച്ച് രാജ്യത്തിന് പ്രഥമ പരിഗണന നൽകുന്ന സഖ്യമാണെന്നും ശ്രീ നരേന്ദ്രമോദി പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പറഞ്ഞു. സദ്ഭരണത്തിനും വികസനത്തിലും അധിഷ്ഠിതമായാവണം NDA സർക്കാർ പ്രവർത്തിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭരണരംഗം ജനങ്ങൾ ആഗ്രഹിക്കും വിധത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ സർക്കാരിന് കഴിഞ്ഞതുകൊണ്ടാണ് തുടർഭരണം ലഭിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ 3 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നാടിനെ ശരിയായ രീതിയിൽ മുന്നോട്ട് നയിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ചടങ്ങിൽ പറഞ്ഞു. LDF പ്രകടന പത്രികയിലെ 900 വാഗ്ദാനങ്ങളുടെ നിർവഹണ പുരോഗതിയാണ് പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ വിലയിരുത്തിയത്. തൊഴിൽ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, കാർഷിക വരുമാനം വർദ്ധിപ്പിക്കൽ, പശ്ചാത്തല സൌകര്യ വികസനം തുടങ്ങി വിവിധ മേഖലകളിലെ പുരോഗതി റിപ്പോർട്ടിൽ വിശദമായി പരാമർശിക്കുന്നുണ്ട്. സ്റ്റാർട്ടപ്പുകളിലൂടെ 50,000-ലേറെ പേർക്ക് സംസ്ഥാനത്ത് തൊഴിൽ നൽകിയതായും 3 IT പാർക്കുകളിലായി 30,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ തുടർച്ചയായി 8ാം തവണയും മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിപ്പോ നിരക്ക് 6.5% നിലനിർത്താൻ RBIയുടെ ധനനയ അവലോകന സമിതി യോഗം തീരുമാനിച്ചു. രാജ്യത്തെ പണപ്പെരുപ്പ നിരക്കും വളർച്ചാ നിരക്കും തമ്മിലുള്ള അനുപാതം അനുകൂലമായ രീതിയിലേക്ക് മാറിയതായും RBI ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞു. രാജ്യത്തെ സാമ്പത്തിക വളർച്ചാ നിരക്ക് ഈ സാമ്പത്തിക വർഷം 7-ൽ നിന്ന് 7.2% ഉയരുമെന്നും അദ്ദേഹം പ്രതീക്ഷ പങ്കുവച്ചു. സംസ്ഥാനത്ത് അവയവ മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിയമം കൃത്യമായി പാലിക്കപ്പെടണമെന്നും ഒരു തരത്തിലുള്ള ചൂഷണങ്ങളും ഉണ്ടാകാൻ പാടില്ലെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ്. അവയവ മാറ്റവുമായി ബന്ധപ്പെട്ട് കേസ് ഓട്ടോയോട് ഓഡിറ്റ് നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മെഡിക്കൽ കോളേജ് അടക്കമുള്ള സർക്കാർ ആശുപത്രികളെ വിശ്വാസത്തോടെ കാണുന്ന സാധാരണ ജനങ്ങൾക്ക് കൃത്യമായ ചികിത്സ ലഭ്യമാക്കണമെന്നും അതിൽ എന്തെങ്കിലും പിഴവുണ്ടായാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസ് രൂക്ഷമാണെന്നും ഇക്കാര്യം നേരിട്ട് നിരീക്ഷിക്കുമെന്നും ശ്രീമതി വീണ ജോർജ് പറഞ്ഞു. CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് അവസാനിച്ചു. തിരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ച് പ്രാഥമിക വിലയിരുത്തൽ യോഗത്തിൽ നടന്നതായാണ് സൂചന. രാജ്യസഭാ തിരഞ്ഞെടുപ്പായിരുന്നു യോഗത്തിന്റെ പ്രധാന അജണ്ട. മന്ത്രി K രാധാകൃഷ്ണൻ ആലത്തൂരിൽ വിജയിച്ച സാഹചര്യത്തിൽ പുതിയ മന്ത്രിയുടെ കാര്യത്തിലും 2 നിയമസഭാ മണ്ഡലങ്ങളിൽ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിലയിരുത്തൽ നടന്നതായാണ് സൂചന. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുയരുന്ന ആരോപണങ്ങളിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ.
സുപ്രീംകോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യമുന്നയിച്ചു. നീറ്റ് ഉൾപ്പെടെ വിവിധ പരീക്ഷകളിൽ ക്രമക്കേട് സംബന്ധിച്ച ആരോപണം ഉയരുന്നതായും കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ വിവിധ പേരിൽ അറിയപ്പെടുന്ന ഓപ്പറേഷനുകൾ എല്ലാം ഇനി ഓപ്പറേഷൻ ലൈഫ് എന്ന ഒറ്റ പേരിൽ അറിയപ്പെടുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഭക്ഷ്യസുരക്ഷയ്ക്കായി ഈ സർക്കാർ നടപ്പിലാക്കിയ നിരവധി ഡ്രൈവുകളുടെ ഫലമായി ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ കേരളം രാജ്യത്ത് 1ാം സ്ഥാനം നേടിയതായും മന്ത്രി വ്യക്തമാക്കി. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും അവാർഡ് വിതരണവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ 13 ലിംഗമാറ്റ ശസ്ത്രക്രിയകൾ വിജയിച്ചില്ലെന്ന പരാതിയിൽ സംസ്ഥാന സർക്കാർ 3 ലക്ഷം രൂപ ധനസഹായം അനുവദിച്ചു. സാമ്പത്തിക സഹായം നൽകണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിനെ തുടർന്നാണ് കാട്ടാക്കട സ്വദേശി സാഗറിന് തുക അനുവദിച്ചത്. പരാതിക്കാരന് ട്രാൻസ്ജെൻഡർ ID കാർഡ് അനുവദിച്ചതായും സാമൂഹിക നീതി വകുപ്പ് കമ്മീഷനെ അറിയിച്ചു. ട്രാൻസ്ജെൻഡർമാരുടെ ആരോഗ്യ സേവനങ്ങളെക്കുറിച്ച് പഠിക്കാൻ സാമൂഹിക നീതി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ചെയർമാനായ 14 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും സർക്കാർ കമ്മീഷനെ അറിയിച്ചു. കൊച്ചി വിമാനത്താവളത്തിലൂടെ ഇനി ഓമന മൃഗങ്ങളെ വിദേശത്തേക്ക് കൊണ്ടുപോകാം. കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് പെറ്റ് എക്സ്പോർട്ട് അനുമതി ലഭിച്ചതോടെ ഈ സൌകര്യമുള്ള കേരളത്തിലെ ഏക വിമാനത്താവളമായി സിയാൽ മാറി. വിശദാംശങ്ങളിലേക്ക്. ആഭ്യന്തര റൂട്ടുകളിൽ ഓമന മൃഗങ്ങളെ കൊണ്ടുപോകാനുള്ള അനുമതി മാത്രമേ കൊച്ചി വിമാനത്താവളത്തിന് ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ എല്ലാ വിദേശ രാജ്യങ്ങളിലേക്കും പ്രത്യേകം സജ്ജമാക്കിയ കൂടുകളിലൂടെ കാർഗോ വഴി ഇവയെ കൊണ്ടുപോകാനുള്ള അനുമതിയാണ് സിയാലിന് ലഭിച്ചത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ശീതീകരിച്ച പെറ്റ് സ്റ്റേഷൻ, പ്രത്യേക കാർഗോ വിഭാഗം, വെറ്ററിനറി ഡോക്ടർമാർ, കസ്റ്റംസ് ക്ലിയറൻസ് കേന്ദ്രം, മൃഗങ്ങളെ കൊണ്ടുവരുന്നവർക്കുള്ള ഫെസിലിറ്റേഷൻ സെന്റർ എന്നിവ സിയാൽ ഇതിനായി ഒരുക്കിയിട്ടുണ്ട്. വിദേശത്തു നിന്ന് ഓമന മൃഗങ്ങളെ നേരിട്ട് ഇറക്കുമതി ചെയ്യാനുള്ള അനുമതിക്കായും ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ജീവൻ രക്ഷാ മരുന്നുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഇറക്കുമതി ചെയ്യുന്നതിനും സിയാലിന് ഈയിടെ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കോഴിക്കോട് കോനാട് ബീച്ച് റോഡിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് ഡ്രൈവർ മരിച്ചു. ചേളന്നൂർ സ്വദേശി മോഹൻദാസാണ് മരിച്ചത്. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ഇന്ന് ഉച്ചയോടെയാണ് സംഭവം. അപകട കാരണം വ്യക്തമല്ല. തൃശൂരിൽ വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ കല്ലേറ്. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് പോവുകയായിരുന്ന ട്രെയിനിന് നേരെയുണ്ടായ കല്ലേറിൽ 2 കോച്ചുകളുടെ ചില്ല് പൊട്ടിയിട്ടുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 11 വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും നാളെ രാത്രി വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. 2020 ലോകകപ്പ് ക്രിക്കറ്റ് ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ന് അയർലൻഡ് കാനഡയെ നേരിടും. ന്യൂയോർക്കിൽ രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്ന് രാവിലെ നടന്ന മത്സരത്തിൽ സ്കോട്ട്ലൻഡ് നമീബയെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികൾ സർവകാല റെക്കോർഡിൽ. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 1619 പോയിന്റ് നേട്ടത്തിൽ 76,693-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 469 പോയിന്റ് നേട്ടത്തിൽ 23,290-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 30 രൂപ വർദ്ധിച്ച് 6,760 രൂപയും പവന് 240 രൂപ വർദ്ധിച്ച് 54,080 രൂപയുമാണ് ഇന്നത്തെ വില. കത്വ ഉന്നാവ് ഫണ്ട് കേസുമായി ബന്ധപ്പെട്ട് യൂത്ത് ലീഗ് നേതാക്കൾക്ക് കോടതി ജാമ്യം അനുവദിച്ചു. യൂത്ത് ലീഗ് മുൻ ദേശീയ ജനറൽ സെക്രട്ടറി CK സുബൈർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് എന്നിവർക്കാണ് കുന്നമംഗലം കോടതി ജാമ്യം അനുവദിച്ചത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇടുക്കി ചീയപ്പാറയ്ക്ക് സമീപം KSRTC ബസിന് മുകളിലേക്ക് മരച്ചില്ല ഒടിഞ്ഞു വീണ് ബസിന്റെ മുൻഭാഗത്തെ ചില്ല് തകർന്നു. യാത്രക്കാർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. പാലായിൽ നിന്ന് കാന്തല്ലൂരിന് പോവുകയായിരുന്ന ബസിന് മുകളിലേക്കാണ് പാതയോരത്തു നിന്ന് ഉണങ്ങിയ മരത്തിന്റെ ചില്ല പതിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. 3ാം നരേന്ദ്രമോദി സർക്കാർ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാഷ്ട്രപതി ഭവനിൽ വൈകുന്നേരം 6 മണിക്കാണ് സത്യപ്രതിജ്ഞ. NDA പാർലമെന്ററി പാർട്ടി നേതാവായി നരേന്ദ്രമോദിയെ ഏകകണ്ഠമായി തിരഞ്ഞെടുത്തു. സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് NDA നേതാക്കൾ രാഷ്ട്രപതിയെ കണ്ടു. സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ 3 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. അവയവ മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസ്ഥാനത്ത് നിയമം കൃത്യമായി പാലിക്കപ്പെടണമെന്നും ചൂഷണങ്ങൾ ഉണ്ടാകാൻ പാടില്ലെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. സർവകാല റെക്കോർഡിൽ വ്യാപാരം അവസാനിപ്പിച്ച രാജ്യത്തെ ഓഹരി വിപണികൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.